ഗുഡ് ഈവനിംഗ്. സ്പെഷ്യൽ എഡിഷനിൽ ആദ്യം പ്രധാന വാർത്തകൾ. VM സുധീരൻ KPCC പ്രസിഡന്റ്, VD സതീശൻ വൈസ് പ്രസിഡന്റ്. നിയമനം സംസ്ഥാന നേതൃത്വത്തിന്റെ എതിർപ്പ് മറികടന്ന് സുധീരൻ നാളെ ചുമതലയേൽക്കും. നേതൃത്വം അർപ്പിച്ച വിശ്വാസത്തിന് നന്ദിയെന്ന് സുധീരൻ. ഹൈക്കമാൻഡ് തീരുമാനം സ്വാഗതം ചെയ്യുന്നുവെന്ന് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും. ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസിലെ നിയമനത്തെക്കുറിച്ച് അന്വേഷിക്കാൻ തൃശൂർ വിജിലൻസ് കോടതിയുടെ ഉത്തരവ്. VD സതീശൻ ഉൾപ്പെടെ 10 പേർക്കെതിരെ അന്വേഷണം വേണം. 3 മാസത്തിനകം റിപ്പോർട്ട് നൽകണമെന്ന് കോടതി. ആറന്മുള വിമാനത്താവളത്തിനെതിരായ അനിശ്ചിതകാല സമരം തുടങ്ങി. പദ്ധതി ക്ഷേത്രാചാരങ്ങളെ തടസ്സപ്പെടുത്തുമെന്ന് അഭിഭാഷക കമ്മീഷൻ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. ക്ഷേത്രഘടനയിൽ മാറ്റം വരുത്താനാകില്ലെന്ന് തന്ത്രി. പെട്രോൾ പമ്പ് സമരവും ബാങ്ക് ജീവനക്കാരുടെ പണിമുടക്കും ജനത്തെ വലച്ചു. രാജ്യവ്യാപക ബാങ്ക് പണിമുടക്ക് നാളെയും തുടരും. സംസ്ഥാനത്തെ ജനത്തെ വലച്ച് റേഷൻ സമരവും. IPL വാതുവെപ്പിൽ ശ്രീനിവാസന്റെ മരുമകൻ ഗുരുനാഥ് മെയ്യപ്പൻ കുറ്റക്കാരനെന്ന് ജുഡീഷ്യൽ കമ്മിറ്റി. മുകുൾ മുദ്ഗൽ കമ്മിറ്റിയുടെ റിപ്പോർട്ട് സുപ്രീം കോടതിക്ക് സമർപ്പിച്ചു. മത്സരത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ മെയ്യപ്പൻ വാതുവെപ്പുകാർക്ക് കൈമാറിയെന്ന് റിപ്പോർട്ടിൽ പരാമർശം. KPCC പ്രസിഡന്റായി VM സുധീരനെ കോൺഗ്രസ് ഹൈക്കമാൻഡ് നിയമിച്ചു. VD സതീശൻ വൈസ് പ്രസിഡന്റാകും. രമേശ് ചെന്നിത്തല മന്ത്രിയായ സാഹചര്യത്തിലാണ് പുതിയ KPCC പ്രസിഡന്റിനെ നിയമിച്ചത്. സുധീരൻ നാളെ ചുമതലയേൽക്കും. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായ സാഹചര്യത്തിലാണ് KPCCക്ക് പുതിയ അധ്യക്ഷനെ നിയമിച്ചത്. അഴിമതിരഹിത പ്രതിച്ഛായ, പാർട്ടിയിലെ സ്വീകാര്യത, ജനകീയ പിന്തുണ എന്നിവയായിരുന്നു പ്രസിഡന്റ് നിയമനത്തിന് രാഹുൽ ഗാന്ധിയുടെ നിബന്ധനകൾ. രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയുമടക്കം സംസ്ഥാന നേതൃത്വം മുന്നോട്ട് വെച്ചത് G കാർത്തികേയന്റെ പേര്. സുധീരനോടുള്ള എതിർപ്പും ഇരുവരും മറച്ചുവെച്ചില്ല. എന്നാൽ ഹൈക്കമാൻഡിന്റെ മുൻഗണന VM സുധീരനായിരുന്നു. ലാവ്ലിൻ കേസിൽ ആരോപണ വിധേയനായതും കാർത്തികേയന് തിരിച്ചടിയായി. കേന്ദ്ര സംസ്ഥാന ഘടകങ്ങൾക്കിടയിലെ ഈ തർക്കം പരിഹരിക്കാൻ നടത്തിയ ചർച്ചകൾ 2 മാസം നീണ്ടു. ഡൽഹിയിലും കേരളത്തിലുമായി പലവട്ടം ചർച്ചകൾ. ഇതിനിടെ VD സതീശന്റെ പേരും KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ഉയർന്നു. ഒടുവിൽ പാർട്ടിയിലെ സീനിയോറിറ്റിയും ജനപക്ഷ നിലപാടുകളിലെ സ്ഥിരതയും സുധീരന് തുണച്ചു. AK ആന്റണിയുടെ പിന്തുണ ഇതിൽ നിർണായകമായി. ഞാൻ വന്നതുകൊണ്ട് എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിക്കും എന്ന വിശ്വാസമൊന്നും എനിക്കില്ല. പക്ഷേ മറ്റ് സ്ഥാനങ്ങളിലുള്ളവരും ഇല്ലാത്തവരുമായിട്ടുള്ള ഒട്ടനവധി പ്രവർത്തകരും നേതാക്കളുമുണ്ട്. അവരുടെയൊക്കെ സഹകരണത്തോടുകൂടി കോൺഗ്രസിനെ ഒരൊറ്റ ടീമായി മുന്നോട്ട് കൊണ്ടുപോയി ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് മുന്നോട്ട് നീക്കാൻ വേണ്ടി പരിശ്രമിക്കുക. യുവപ്രാതിനിധ്യമെന്ന രാഹുൽ നയമാണ് VD സതീശന്റെ നിയമനത്തിലെ പ്രധാന ഘടകം. ഒപ്പം ജനപക്ഷ നിലപാടുകളും. കോൺഗ്രസ് ചർച്ച ചെയ്യാത്ത കാര്യങ്ങളിൽ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ വ്യക്തിപരമായ അഭിപ്രായങ്ങളിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. ഒരു വ്യത്യാസവും വരുന്നില്ല. പുതിയ ചുമതല ഏറ്റെടുക്കുമ്പോൾ സഹപ്രവർത്തകരും എല്ലാവരുമായും ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ചർച്ച ചെയ്തുകൊണ്ടുള്ള തീരുമാനം, കോൺഗ്രസിന്റെ തീരുമാനമുണ്ടാകും. പശ്ചിമബംഗാളിൽ അധീർ രഞ്ജൻ ചൌധരിയെയും ഹരിയാനയിൽ അശോക് തൻവറിനെയും ഇതോടൊപ്പം PCC അധ്യക്ഷന്മാരായി നിയമിച്ചിട്ടുണ്ട്. D ശ്രീജിത്ത്, മീഡിയ 1, ഡൽഹി. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും നിലവിലുള്ള KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തലയും എതിർപ്പറിയിച്ചിട്ടും VM സുധീരനെ KPCCയുടെ പുതിയ പ്രസിഡന്റായി നിയോഗിക്കാൻ AICC നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നു. ഈ വിഷയമാണ് ഇന്ന് സ്പെഷ്യൽ എഡിഷൻ ചർച്ച ചെയ്യുന്നത്. TN പ്രതാപൻ, കോൺഗ്രസ് നേതാവ്, MLA, അദ്ദേഹം ആലപ്പുഴയിൽ നിന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കും. സണ്ണിക്കുട്ടി എബ്രഹാം, മുതിർന്ന മാധ്യമപ്രവർത്തകൻ, ഒപ്പം മീഡിയ 1 ഡെപ്യൂട്ടി എഡിറ്റർ വയലാർ ഗോപകുമാർ എന്നിവർ തിരുവനന്തപുരത്ത് നിന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കും. NK പ്രേമചന്ദ്രൻ, RSP നേതാവ്, അദ്ദേഹത്തെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. ആദ്യം TN പ്രതാപനിലേക്ക്. ശ്രീ TN പ്രതാപൻ, ആം ആദ്മി രാഷ്ട്രീയത്തിന് ലഭിച്ച ഒരു പ്രസക്തി, അതിൻ്റെ ഒരു പ്രതിഫലനം ഇപ്പോഴത്തെ KPCC പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും നിയമിച്ചുകൊണ്ടുള്ള തീരുമാനത്തിന് പിന്നിലുണ്ടോ? ഒരിക്കലുമില്ല. ആം ആദ്മി പാർട്ടിയുമായി പ്രസക്തിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമില്ല. ഇത് കേരളത്തിൽ ശ്രീ VM സുധീരനെ പോലെയുള്ള ആൾ, അല്ലെങ്കിൽ ശ്രീ VD സതീശനെ പോലെയുള്ള ആൾ, അവർ എത്രയോ കാലമായി രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ്. ആം ആദ്മി പാർട്ടിയൊക്കെ ഇന്നലെ ഒരു മഴയ്ക്ക് മുളച്ച തകര മാത്രമാണല്ലോ. അതിനൊരു സ്ഥായിയായ നിലനിൽപ്പുള്ളതല്ലോ, അല്ലെങ്കിൽ സ്ഥായിയായ കാഴ്ചപ്പാടുള്ളതല്ലോ, ഒരു വികാരത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായതാണ്. ശ്രീ VM സുധീരൻ വളരെ ചെറിയ കാലത്ത്, ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതൽ അദ്ദേഹം പൊതുരംഗത്ത് വന്ന ആളാണ്. അത് കഴിഞ്ഞ് തൃശൂർ സെന്റ് തോമസ് കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് VM സുധീരൻ ഒരു നേതാവായി വന്ന ആളാണ്. അതിനുശേഷം അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥി ജീവിതകാലത്ത് ശ്രീ TN പ്രതാപൻ, VM സുധീരന്റെ രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യത്തിലോ നേതൃപാടവത്തിലോ അദ്ദേഹത്തിന്റെ പാർലമെന്ററി രംഗത്തെ പരിചയത്തിലോ ഒന്നും
ആർക്കും തർക്കമുണ്ടാവാനിടയില്ല. ആം ആദ്മി പാർട്ടിയിൽ നിന്ന് ചില കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. ജനകീയ പ്രതിച്ഛായയുള്ള ഒരാൾ KPCC പ്രസിഡന്റായി വരണം എന്ന തീരുമാനം അദ്ദേഹം എടുക്കുമ്പോൾ അതിനു പിന്നിൽ ആം ആദ്മി പാർട്ടിയുടെ ചില നിലപാടുകളെങ്കിലും ഒരു പ്രചോദനമായിട്ടുണ്ടോ? മികച്ച പ്രതിച്ഛായ, ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിനുള്ള കഴിവ്, പാർട്ടി നേതൃത്വത്തിൽ നിന്ന് ഭിന്നമായി പോലും സ്വന്തം അഭിപ്രായം വെട്ടിത്തുറന്ന് പറയാൻ, ജനങ്ങൾക്ക് സ്വീകാര്യമായ അഭിപ്രായം വെട്ടിത്തുറന്ന് പറയാനുള്ള ശേഷി, ഇതൊക്കെ പരിഗണിച്ചാണ് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. അതൊരിക്കലും ആം ആദ്മി പാർട്ടിയുമായി കൂട്ടിക്കഴിക്കേണ്ട കാര്യമില്ലെന്നാണ് എൻ്റെ ഉറച്ച അഭിപ്രായം. മറിച്ച് VM സുധീരനെ പോലെ ആ ഒരു സമൂഹത്തിന്റെ മനസ്സ് വായിക്കാൻ അറിയുകയും ജനങ്ങളുടെ ഹൃദയമിടിപ്പിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാൾ, സാമൂഹ്യ പ്രശ്നങ്ങളിലും ജനകീയ പ്രശ്നങ്ങളിലും സത്യസന്ധമായി ഇടപെടുന്ന ഒരാൾ, അത്തരം ആളുകളാണ് രാഷ്ട്രീയത്തിന്റെ മുഖ്യധാരയിൽ ഉണ്ടാകേണ്ടത് എന്നുള്ളത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന്റെ കാഴ്ചപ്പാടാണ്. രാഹുൽ ഗാന്ധി ഇപ്പോൾ മറ്റു പല സംസ്ഥാനങ്ങളിലും പുതിയ പ്രസിഡന്റുമാരെ വെച്ചപ്പോഴും ഈ രീതിയിലുള്ള ഉണർവിന്റെ പ്രതീകങ്ങൾക്കാണ് അവസരം കൊടുത്തിട്ടുള്ളത്. ശ്രീ VM സുധീരനെ അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ ഇന്നത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും കോൺഗ്രസിനകത്ത് VM സുധീരനെ പോലെ ആളുകൾ ഉയർത്തി വരുന്ന ചില വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ആ അഭിപ്രായങ്ങൾ നാളെ പാർട്ടിക്ക് ഗുണകരമാകും, കേരളം ഭരിക്കുന്ന മുന്നണിക്കും ഗുണകരമാകും. ആ രീതിയിലേക്ക് ഒരു ക്വാളിറ്റി ചേഞ്ച് കോൺഗ്രസ് ഹൈക്കമാൻഡ്, പ്രത്യേകിച്ചും ശ്രീമതി സോണിയാഗാന്ധിയും കോൺഗ്രസ് ഹൈക്കമാൻഡും ആഗ്രഹിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ശ്രീ VM സുധീരനെ ആ ക്വാളിറ്റി ചേഞ്ചിന്റെ കൂടി ഭാഗമായി ഇപ്പോൾ PCC പ്രസിഡന്റ് ആക്കിയിട്ടുള്ളത്. ശരി, TN പ്രധാൻ മടങ്ങിയെത്താം താങ്കളിലേക്ക്. വയലാർ ഗോപകുമാറിലേക്ക്. ശ്രീ വയലാർ ഗോപകുമാർ, ഇവിടെ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും VM സുധീരനെ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിയോഗിക്കുന്നതിനെ എതിർത്തിരുന്നു എന്ന് മാധ്യമ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ VM സുധീരനെ KPCC പ്രസിഡന്റായി നിയമിക്കാൻ AICC തീരുമാനിക്കുമ്പോൾ AICC കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന്, കോൺഗ്രസ് നേതാക്കൾക്ക്, ഇപ്പോൾ മുൻനിരയിൽ പ്രധാന പദവികൾ വഹിച്ചുകൊണ്ടിരിക്കുന്ന നേതാക്കൾക്ക് നൽകുന്ന സന്ദേശം അതെന്താണ്? കോൺഗ്രസ് കേരളത്തിൽ മാത്രമല്ല അഖിലേന്ത്യാ തലത്തിൽ തന്നെ ഒരു വിശ്വാസ്യത പ്രതിസന്ധി നേരിടുന്ന ഒരു കാലഘട്ടമാണ്. നമുക്കറിയാം, നെഹ്റു പാരമ്പര്യത്തിൽ വന്ന വളരെ അധികം പോപ്പുലറായിരുന്ന ഷീലാ ദീക്ഷിത് തകർന്നടിഞ്ഞ് ഡൽഹി, അവിടെ ഒരു പുതിയ പാർട്ടിയാണ് കയറി വന്നത്, ആം ആദ്മി എന്ന് പറഞ്ഞ്. അത് ജനങ്ങളുടെ വിശ്വാസ്യത നേടാനായി എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് ആ പാർട്ടി അവിടെ കയറി വന്നത്. ഇവിടെ ഉമ്മൻചാണ്ടി വരുമ്പോൾ വളരെ പ്രതിച്ഛായുള്ളൊരു ഗവൺമെൻറ്റാണ് ഇവിടെ. നമുക്കറിയാം, നല്ല രീതിയിൽ പോയിരുന്ന ഒരു ഗവൺമെൻറ് വളരെ പെട്ടെന്ന് കളങ്കിതമാകുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. സൗരോർജ സ്കാൻഡലും തുടർന്ന് അതിനെ തുടർന്നുള്ള പ്രശ്നങ്ങളും പിന്നെ കേരളത്തിലുണ്ടായ സമരങ്ങളും ഒക്കെ നമുക്ക് സുപരിചിതമാണ്. ഈ ഗവൺമെൻറ് തീർച്ചയായും ഒരു വിശ്വാസ്യത പ്രതിസന്ധിയെ നേരിടുന്ന ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് കേന്ദ്ര നേതൃത്വം മാറി ചിന്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ നേതാക്കൾ, ഇവിടുത്തെ ഗ്രൂപ്പുകൾ ഇത്ര ശക്തമായി എതിർത്തിട്ടും സുധീരനെ പോലെ പ്രതിച്ഛായുള്ള കഴിഞ്ഞ 10 വർഷമായി ചവിട്ടിത്തയ്ക്കപ്പെട്ടിരുന്ന ഒരു നേതാവിനെ ജനപക്ഷത്ത് നിൽക്കുന്നു എന്നുള്ള ഒരൊറ്റ കാരണത്താൽ കൊണ്ടുവന്നതെന്നാണ് ഞാൻ കരുതുന്നത്. സണ്ണിക്കുട്ടി അബ്രഹാമിലേക്ക്. ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം, ഇവിടെ TN പ്രതാപൻ ചൂണ്ടിക്കാണിച്ചത് താങ്കൾ ശ്രദ്ധിച്ചു കാണും. ജനമനസ്സ് വായിക്കാൻ അറിയാവുന്ന, സമൂഹത്തിലെ സ്പന്ദനങ്ങളെ തൊട്ടറിയാൻ കഴിവുള്ള ഒരു നേതാവ്, അത്തരം ആളുകൾ പാർട്ടിയുടെ തലപ്പത്തേക്ക് വരുന്നത് കോൺഗ്രസിന്, കേരളത്തിലെ കോൺഗ്രസിനും UDF-നും ഒട്ടേറെ ഗുണത്തിന് കാരണമാകും എന്ന വിലയിരുത്തലാണ് TN പ്രതാപൻ നടത്തുന്നത്. താങ്കൾ എങ്ങനെയാണ് കരുതുന്നത്? കോൺഗ്രസിലെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ അതിൻ്റെ ബാലൻസിങ് കോൺഗ്രസിൻ്റെ പ്രകടനങ്ങളെ, തെരഞ്ഞെടുപ്പിലെ പ്രകടനങ്ങളെ ആയാലും പാർട്ടി എന്നുള്ള നിലയ്ക്കുള്ള പ്രകടനങ്ങളെ ആയാലും വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. അത്തരം ബാലൻസിങ് നടത്താൻ VM സുധീരനെ പോലെ ഒരു നേതാവിന് സാധിക്കുമോ? കോൺഗ്രസിൻ്റെ രാഷ്ട്രീയപരമായ നിലനിൽപ്പിന്, കേരളത്തിലെ നിലനിൽപ്പിന് VM സുധീരൻ നൽകാൻ പോകുന്ന സംഭാവനകൾ അതെന്തൊക്കെയായിരിക്കുമെന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? നമുക്ക് തുടക്കത്തിലേ പറയേണ്ടത്, ജനങ്ങളുടെ മനസ്സ് വായിക്കാൻ അറിയാവുന്ന നേതാക്കൾ കോൺഗ്രസിൽ മറ്റാരുമില്ല എന്ന് കരുതരുത്. അവരുടെ സ്പന്ദനങ്ങൾ നന്നായിട്ട് അറിയാവുന്ന നേതാക്കൾ ധാരാളം പേരുണ്ട്. അങ്ങനെ സ്പന്ദനങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ട് നേതൃപദവിയിലേക്ക് വന്ന ധാരാളം ആളുകൾ കേരളത്തിലെ കോൺഗ്രസിലുണ്ട്. അത് ഒരാൾ മാത്രമാണ്, അല്ലെങ്കിൽ 2 ആളാണ്, 3 ആളാണെന്ന് അങ്ങ് പറഞ്ഞ് ചുരുക്കിക്കൊണ്ട് വരുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. നമുക്ക് സുധീരനെ പറ്റി പറയുകയാണെങ്കിൽ, സുധീരൻ കേരളത്തിലെ കോൺഗ്രസിൻ്റെ തലപ്പത്തേക്ക് എന്നേ വരേണ്ട ആളായിരുന്നു. വളരെ മുമ്പ് തന്നെ KPCC അധ്യക്ഷനായിട്ടോ അല്ലെങ്കിൽ മറ്റ് വളരെ പ്രധാനപ്പെട്ട താക്കോൽ സ്ഥാനങ്ങളിലേക്ക് എത്തേണ്ട
സംശുദ്ധമായ ഒരു പൊതുജീവിത പാരമ്പര്യമുള്ള അഴിമതി അതിൻ്റെ കറ ഒട്ടും ഏൽക്കാത്ത ഒരു പാരമ്പര്യമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ഇന്ന് KPCCക്ക് കിട്ടാവുന്ന ഏറ്റവും മികച്ച പ്രസിഡന്റുമാരിൽ ഒരാളായിരിക്കും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ജി കാർത്തികേയൻ വന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. തീർച്ചയായിട്ടും മറ്റ് പല ഘടകങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ആം ആദ്മി എന്നൊന്നും പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം VM സുധീരനെ പോലെ ഒരാളിനെ KPCC പ്രസിഡന്റ് ആക്കുന്നതിന് ആം ആദ്മിയിൽ നിന്ന് എന്തെങ്കിലും പഠിച്ചിട്ടാണ് എന്നൊക്കെ പറയുന്നത് കടന്ന കൈയാണ്. തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി ആ പാർട്ടിയെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞു എന്നതിനപ്പുറത്ത് ആം ആദ്മി ഒന്നും വേണ്ട. VM സുധീരനെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിന് ആം ആദ്മിയുടെ സ്വാധീനമൊന്നും വേണ്ട എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് എന്താണ് അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്ന ഏറ്റവും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം ഗ്രൂപ്പ് ചിന്തകൾക്ക് അതീതമായിട്ട്, നമുക്കറിയാം നേരത്തെ A ഗ്രൂപ്പിന് ഇത്ര സീറ്റ്, I ഗ്രൂപ്പിന് ഇത്ര സ്ഥാനങ്ങൾ, പൊട്ടും പൊടിയും 3ാം ഗ്രൂപ്പ് 4ാം ഗ്രൂപ്പ് അങ്ങനെയൊക്കെ വീതിച്ച് വന്നിരുന്നിടത്ത് ഒരു ഗ്രൂപ്പുമായിട്ടും ബന്ധമില്ല. അത് വളരെ സ്വതന്ത്രമായ നിലപാട് എടുത്തു പോന്നിരുന്ന VM സുധീരനെ പോലെ ഒരാൾ KPCCയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുമ്പോൾ ഇതുവരെ ഈ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തെ സ്വാധീനിച്ചിരുന്ന ഗ്രൂപ്പ് ചിന്തകൾക്ക് കടിഞ്ഞാനിടപ്പെടുമെന്നോ അല്ലെങ്കിൽ ഇത് അവസാനിക്കുമെന്നോ ഞാൻ പറയുന്നില്ലെങ്കിൽ പോലും അത് അവസാനിപ്പിക്കുന്നതിനൊരു തുടക്കം ഹൈക്കമാൻഡ് തുടങ്ങുന്നു എന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയമില്ല. പിന്നെ അദ്ദേഹത്തിന് പ്രതീക്ഷിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ തൊട്ടു മുമ്പിൽ നിൽക്കുന്നത് തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പ് അദ്ദേഹത്തിന് വലിയ സാധ്യതകൾ, ഒരു വെല്ലുവിളിയാണ് ഈ സ്ഥാനം എന്ന് പറയാം. പക്ഷേ അദ്ദേഹത്തിന് മുമ്പിൽ വലിയ സാധ്യതകൾ തുറന്നിടുകയാണ്. അതായത് സ്ഥാനാർത്ഥികൾ നിശ്ചയിക്കുന്ന കാര്യത്തിൽ ഇവിടെ അതും വീതം വെപ്പാണ്. ഇപ്പോൾ നിലവിലുള്ള സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ MP-മാർ മുഴുവൻ മത്സരിക്കേണ്ടവരാണോ, മറ്റ് പുതിയ രക്തം വരേണ്ടതുണ്ടോ, കൂടുതൽ മെച്ചപ്പെട്ട ആളുകൾ വരേണ്ടതുണ്ടോ, കൂടുതൽ ജയസാധ്യതയുള്ള ആളുകൾ വരേണ്ടതുണ്ടോ, ഗ്രൂപ്പിന് അതീതമായിട്ട് അല്ലെങ്കിൽ സാമുദായിക ചിന്തകൾക്ക് അതീതമായിട്ട് ഒരു നല്ല ഒരു സ്ഥാനാർത്ഥി പട്ടിക പുറത്തു കൊണ്ടുവരുവാൻ അദ്ദേഹത്തിൻ്റെ സ്വാധീനത്തിന് സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റും. അതിന് സാധിക്കുന്ന മറ്റൊരു KPCC പ്രസിഡന്റ്, ഞാൻ ഒരു കാര്യം പറയാം, ശ്രീ G കാർത്തികേയനായിരുന്നു KPCC പ്രസിഡന്റ് ആയിരുന്നെങ്കിൽ ഇപ്പോഴത്തെ ഇതിൻ്റെ ഒരു തുടർച്ചയായിരിക്കും സംഭവിക്കുക. പക്ഷേ VM സുധീരൻ കേരളത്തിലെ KPCCയുടെ പ്രസിഡന്റ് ആകുമ്പോൾ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ, കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒരു പുതിയ ഘട്ടം തുടങ്ങുകയാണ് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. റൈറ്റ്. ശ്രീ TN പ്രതാപൻ, അത്തരത്തിൽ ഒരു തുടർച്ച KPCC പ്രസിഡന്റായി G കാർത്തികേയൻ വരുമായിരുന്നുവെങ്കിൽ ഇപ്പോഴുള്ള സാഹചര്യങ്ങളുടെ ഒരു ഉണ്ടാകുമായിരുന്നത്. അതിനൊരു മാറ്റം സംഭവിക്കുന്നു. VM സുധീരൻ KPCCയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുമ്പോൾ ഗ്രൂപ്പുകൾക്ക് അതീതമായ ഒരു വ്യക്തിത്വം അവിടേക്ക് എത്തുമ്പോൾ പുതിയൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു എന്നാണ് സണ്ണിക്കുട്ടി വിലയിരുത്തുന്നത്. താങ്കൾ എങ്ങനെ കാണുന്നു? അത്തരമൊരു സാഹചര്യത്തിൻ്റെ സൃഷ്ടി അത്ര എളുപ്പമാണോ കോൺഗ്രസിൽ? പ്രത്യേകിച്ച് ഗ്രൂപ്പുകളുടെ കോർഡിനേഷനാണ് കോൺഗ്രസ് എന്ന് പോലും വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നു ഒരു കാലത്ത്. അല്ല, ഇതിൽ എനിക്ക് ബഹുമാനായ ശ്രീ സണ്ണിക്കുട്ടി പറഞ്ഞ അവസാനത്തെ കാര്യം 100% ശരിയാണ്. ശ്രീ G കാർത്തികേയൻ നല്ല പരിണിതപ്രജ്ഞനായ നേതാവാണ്. അദ്ദേഹം ഒരു കംഫർട്ടബിൾ പൊസിഷനിൽ ഇപ്പോൾ ഇരിക്കുകയാണ്. ശ്രീ G കാർത്തികേയൻ KPCC പ്രസിഡന്റായിട്ട് വന്നാൽ തീർച്ചയായും ഒരു പതിവ് റൊട്ടീൻ ശൈലി തന്നെയാണ് ഉണ്ടാകുക. ശ്രീ VM സുധീരൻ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ചില കാഴ്ചപ്പാടുകളുണ്ട്. ഒന്ന്, കോൺഗ്രസ് എന്നും പല ഇക്വേഷൻസ് ഉണ്ടാക്കുന്ന ഭാഗമാണ്. ഇന്നും ഇന്നലെയും ഉള്ളതല്ല, പലതരത്തിലുമുള്ള സമവാക്യങ്ങളുടെ കൂടിച്ചേരലാണ് ഈ കോൺഗ്രസ്. അങ്ങനെ പല സമവാക്യങ്ങളും കൂടിച്ചേരുമ്പോൾ പലതും കൃത്രിമമാകും, ചിലത് പൊട്ടിപ്പുറത്ത് പോകും. അങ്ങനെയൊന്നും അല്ലാതെ ഒരു ഗുണമേന്മയുടെ പരീക്ഷണം നടത്താൻ വേണ്ടി ധൈര്യമുള്ള ചില അപൂർവം ആളുകൾക്ക് അത് പറ്റൂ. അങ്ങനെ ഗുണമേന്മയുടെ പരീക്ഷണം നടത്താൻ വേണ്ടി ധൈര്യമുള്ള ഒരാളാണ് ശ്രീ VM സുധീരൻ എന്നുള്ളത് കൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് ഇതുവരെ ഉണ്ടായതിൽ നിന്നും വളരെ വ്യത്യസ്തമായി മുൻപുള്ള എല്ലാ പ്രസിഡന്റുമാരും എടുക്കുക. ശ്രീ AK ആന്റണി ഈ പ്രസിഡന്റായിരുന്ന കാലത്തിന് ശേഷം ഇങ്ങോട്ട് വന്ന പല പ്രസിഡന്റുമാരും പലപ്പോഴും അവരുടെ പ്രസിഡന്റിന്റെ കാലം ഇങ്ങനെ കൊണ്ടുപോകുന്നതിന് വേണ്ടി പലതിലും വിട്ടുവീഴ്ചയും അല്ലെങ്കിൽ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് പോകുന്നത്. ചിലപ്പോൾ നമുക്ക് ഗുണപരമായ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ മുഖത്ത് നോക്കി ചില കാര്യങ്ങൾ പറയേണ്ടി വരും, സൗമ്യമായി നിലപാടുകൾ എടുക്കേണ്ടി വരും. ആ കാര്യങ്ങളിൽ ശ്രീ VM സുധീരനുള്ള ഒരു ആർജവത്വം, അത് അദ്ദേഹത്തെ അടുത്തറിയുന്ന ഏത് അവിടെ തന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യം ഉയരുന്നത്. ആ ആർജവത്വം നിലനിർത്താൻ VM സുധീരന് സാധിക്കുമോ എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യം. നിലവിൽ സർക്കാരും KPCCയും ഒക്കെ സ്വീകരിച്ചിരിക്കുന്ന പല നിലപാടുകളോടും ഭിന്നാഭിപ്രായം രേഖപ്പെടുത്തിയ ആളാണ്, തുറന്നു പറഞ്ഞയാളാണ് VM സുധീരൻ. കരിമണൽ പ്രശ്നമായാലും, ആറന്മുള വിമാനത്താവളമായാലും, ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുകളായാലും, ദേശീയപാത വികസനമായാലും ഒക്കെ
ഭിന്നമായ അഭിപ്രായം ധീരമായി തുറന്നു പറഞ്ഞ നേതാവാണ് VM സുധീരൻ. അദ്ദേഹത്തിന് അത്തരം നിലപാടുകളിൽ ഉറച്ചു നിൽക്കുമ്പോഴാണ് താങ്കൾ നേരത്തെ പറഞ്ഞ ജനകീയമായ പിന്തുണ ലഭിച്ചിരുന്നത്. ആ നിലപാട് തുടരാൻ KPCC പ്രസിഡന്റ് ആയിരിക്കെ അദ്ദേഹത്തിന് സാധിക്കുമോ? ഒരു വ്യക്തിയുടെ നിലപാടാണ് അയാളുടെ സാമൂഹിക ജീവിതത്തിൽ എപ്പോഴും നിലനിൽക്കുക. അത് നമ്മളിപ്പം മഹാത്മാഗാന്ധി എങ്ങനെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു ഗാന്ധിയുടേതായ ഒരു ഫേസ് കൊണ്ടുവന്നു, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എങ്ങനെ ഇന്ത്യൻ ഭരണത്തിൽ നെഹ്റുവിൻ്റെതായ ഒരു ശൈലി കൊണ്ടുവന്നു, അതേപോലെ നോക്കൂ, ഇന്ത്യയിൽ ഏത് പാർട്ടിയിലായാലും ഏത് സ്ഥാനത്തായാലും ആ വ്യക്തിക്കൊരു നിലപാടുണ്ടെങ്കിൽ, വ്യക്തിക്കൊരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ കാഴ്ചപ്പാടും നിലപാടുകളും സ്വാഭാവികമായും അദ്ദേഹം എവിടെ ഇരുന്നാലും, അതൊരു പഞ്ചായത്ത് മെമ്പറായാലും അല്ലെങ്കിൽ ഒരു മീഡിയ വണിന്റെ ഒരു എക്സിക്യൂട്ടീവ് ഡയറക്ടർ, അല്ലെങ്കിൽ മീഡിയ വണിന്റെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ബോർഡ്, അതിലിരിക്കുന്ന ആ ബോർഡിന് അല്ലെങ്കിൽ അതിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർക്ക്, അതിന്റെ ഭരണസമിതിക്ക്, അത് കൊണ്ടു നടക്കുന്നവർക്ക് ഒരു നിലപാടുണ്ടെങ്കിൽ ആ നിലപാട് തന്നെയായിരിക്കും പ്രധാനപ്പെട്ട കാര്യം. ശ്രീ VM സുധീരന് സാമൂഹ്യ പ്രശ്നങ്ങളിൽ, ജനകീയ പ്രശ്നങ്ങളിൽ ഒരു നിലപാടുണ്ട്. ആ നിലപാട് ജനങ്ങളുടെ പക്ഷത്തേക്ക് നിലപാടാകുമ്പോൾ സ്വാഭാവികമായി ഗവൺമെന്റിന് ഗുണമുണ്ടാകും. അപ്പൊ അതിലേക്ക് ഗവൺമെന്റിനെയും കൊണ്ടുവരാൻ വേണ്ടി പറ്റും. VM സുധീരന്റെ സ്ഥാനലബ്ധിയോടുകൂടി UDFനെ നയിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നുള്ളത് കൊണ്ട് കേരളത്തിലെ UDF ഗവൺമെന്റ് കഴിഞ്ഞ 2 വർഷത്തേക്കാൾ കുറെ കൂടി മെച്ചപ്പെട്ട രീതിയിലേക്ക് വരും. പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനെ അഭിമുഖീകരിക്കാൻ വേണ്ടിയുള്ള മടങ്ങിയെത്താം. NK പ്രേമേന്ദ്രൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ NK പ്രേമേന്ദ്രൻ, ഇവിടെ VM സുധീരൻ പുതിയ KPCC പ്രസിഡന്റായി ചുമതലയേൽക്കുമ്പോൾ അത് കോൺഗ്രസിന് നൽകുന്ന വലിയൊരു ഊർജ്ജമുണ്ട്. കോൺഗ്രസിന് ലഭിക്കുന്ന ഊർജ്ജം സ്വാഭാവികമായിട്ടും UDFന് നൽകുന്ന ഊർജ്ജം വളരെ വലുതാണ്. അദ്ദേഹത്തിൻ്റെ ജനകീയമായ പ്രതിച്ഛായ, സാമൂഹ്യമായ വിഷയങ്ങളിൽ അദ്ദേഹം എടുത്തിരിക്കുന്ന വ്യത്യസ്തമായ നിലപാടുകൾ, ഇതൊക്കെ പിന്തുടർന്നു കൊണ്ടുപോകാൻ സാധിക്കും. അത് തിരഞ്ഞെടുപ്പിൽ വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് VM സുധീരന് മുന്നിലുള്ള ഏറ്റവും അടുത്ത അഗ്നിപരീക്ഷ. അവിടെ VM സുധീരൻ്റെ പ്രതിച്ഛായ, അദ്ദേഹം നേതൃത്വം നൽകുമ്പോൾ ലഭിക്കുന്ന ഊർജ്ജം, അത് കോൺഗ്രസിനും UDFനും ഗുണകരമാകും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ആ കാര്യത്തിൽ ശ്രീ VM സുധീരൻ ഇനി സ്വീകരിക്കാൻ പോകുന്ന നിലപാടുകളെ ആശ്രയിച്ചിരിക്കും. ആ നിലപാടുകൾ വളരെ വൈരുദ്ധ്യം നിറഞ്ഞതാണ്. കാരണം സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്ന നയങ്ങളും ശ്രീ രമേശ് ചെന്നിത്തല KPCC പ്രസിഡന്റായി ഇപ്പോഴും അധികാരത്തിൽ തുടരാനിരിക്കുന്ന KPCC വിവിധ രാഷ്ട്രീയ സാമൂഹ്യ പ്രശ്നങ്ങളിൽ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളും ശ്രീ VM സുധീരന്റെ നിലപാടുകളും തികച്ചും വ്യത്യസ്തമാണ്. അപ്പോൾ ആ വൈരുദ്ധ്യങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ സംഘടനാപരമായി വളരെയധികം ബാധിക്കാൻ പോകുന്നു വരും ദിവസങ്ങളിൽ. അതിനെ എത്രമാത്രം ശ്രീ VM സുധീരനെ പോലെയുള്ള ഒരു നേതാവിനെ തന്റെ ജനപക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്നതിനെ ആശ്രയിച്ചായിരിക്കും കോൺഗ്രസിന് അല്ലെങ്കിൽ KPCCയുടെ ഭാവി കേരളത്തിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലായാലും ഉണ്ടാകാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ജനകീയ പ്രശ്നമായി കിഴക്കൻ മലയോര പ്രദേശങ്ങളിൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന മാധവ് ഗാഡ്ഗിൽ കസ്തൂരി രംഗൻ കമ്മിറ്റി റിപ്പോർട്ടുകൾ. തീർച്ചയായും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി അവരോധിതനാകുന്ന ബഹുമാനപ്പെട്ട ശ്രീ VM സുധീരൻ ഈ കാര്യത്തിൽ നിലപാട് പ്രഖ്യാപിക്കേണ്ടതായി വരും. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം വരുമ്പോൾ ഇത് ചർച്ചയാകും. അവിടെ തന്റെ വ്യക്തിഗതമായ, എന്റെ ബഹുമാന്യ സുഹൃത്ത് ശ്രീ TN പ്രതാപൻ നേരത്തെ സൂചിപ്പിച്ച തന്റെ വ്യക്തിഗതമായിട്ടുള്ള ജനപക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കാനും അത് ഗവൺമെന്റിലും രാഷ്ട്രീയ നയരൂപീകരണ സമിതികളിലും സ്വാധീനം ചെലുത്തിക്കൊണ്ട് ആ നിലപാടുകൾ സാക്ഷാത്കരിക്കാൻ അല്ലെങ്കിൽ പ്രാവർത്തികമാക്കാൻ കഴിയുമോ എന്നുള്ളതാണ് പ്രസക്തമായിട്ടുള്ള പ്രശ്നം. ഞാൻ ഒരു ഉദാഹരണം സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ആറന്മുളയുടെ കാര്യത്തിൽ ഉൾപ്പെടെ, ആറന്മുള വിമാനത്താവളം ഉൾപ്പെടെയുള്ള വളരെ സങ്കീർണമായിട്ടുള്ള ഇത്തരം പ്രശ്നങ്ങളിൽ UDF ഗവൺമെന്റിനൊരു നിലപാടുണ്ട്, കോൺഗ്രസിനൊരു നിലപാടുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന നിലയിലേക്കുള്ള ഒരു രാഷ്ട്രീയ ആർജവം പ്രകടിപ്പിച്ച് ഈ പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ ഇന്നത്തെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ, കോൺഗ്രസിനകത്തെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ എത്രമാത്രം അത് ഫലപ്രദമായി മാറുമെന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം വരും ദിവസങ്ങളിൽ കാണേണ്ടതാണ്. മാത്രവുമല്ല, ശ്രീ VM സുധീരന്റെ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള നാമനിർദ്ദേശത്തെ മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ ശരിയെങ്കിൽ KPCCയുടെ നിലവിലുള്ള പ്രസിഡന്റ് ശ്രീ രമേശ് ചെന്നിത്തലയും അതുപോലെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയും ഒരിക്കലുമില്ലാത്ത സൗഹൃദത്തോടുകൂടി രണ്ടു കൂട്ടരും കൂടി ചേർന്ന് പൊതുവായി എതിർക്കപ്പെട്ടിട്ടുള്ള ഒരു പേരാണ്. അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിൽ ഗവൺമെന്റും KPCCയും തമ്മിലുള്ള പരസ്പര പൂരകമായിട്ടുള്ള സഹകരണം, നിലപാടുകളിലുള്ള വൈരുദ്ധ്യങ്ങൾ, ഈ പ്രശ്നങ്ങളൊക്കെ ഒരുപക്ഷെ കൂടുതൽ സങ്കീർണമാകാൻ UDFനെ സംബന്ധിച്ചിടത്തോളം സാധ്യതയുണ്ട്. ഈ പ്രേമേന്ദ്രൻ, മടങ്ങിയെത്താം താങ്കളിലേക്ക്. വയലാർ ഗോപകുമാറിലേക്ക് ഒരിക്കൽ കൂടി. ശ്രീ വയലാർ ഗോപകുമാർ, ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ജനകീയ വിഷയങ്ങളിൽ അത്ര
എളുപ്പത്തിൽ സ്വന്തം നിലപാട് സ്ഥാപിച്ചെടുക്കാനോ സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കാനോ VM സുധീറിന് ഒരുപക്ഷെ സാധിച്ചേക്കില്ല. കാരണം തെരഞ്ഞെടുപ്പ് വരുന്നു. തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കത്തക്ക വിധത്തിലുള്ള നിലപാടുകൾ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയും UDFന് വേണ്ടിയും അദ്ദേഹത്തിന് സ്വീകരിക്കേണ്ടി വന്നേക്കാം. ഒരു പാർട്ടി പ്രസിഡന്റിന് ഒരുപാട് കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നേക്കാം. കാരണം ഒരു സംവിധാനമാണ്. ആ സംവിധാനത്തിനെ ഉലയ്ക്കുന്ന വിധത്തിൽ സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിൽക്കാൻ വയ്യാത്ത ഒരവസ്ഥ ഉണ്ടായേക്കാം. പക്ഷേ സുധീറിൻ്റെ ഇതുവരെയുള്ള ഒരു രീതി നോക്കുകയാണെങ്കിൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സ്പീക്കറായിരിക്കുമ്പോൾ മുഖ്യമന്ത്രിയെ വരെ വെല്ലുവിളിച്ച ഒരു സ്വന്തമായ നിലപാട് ഉറക്കെ പ്രഖ്യാപിച്ച ഒരു ചരിത്രമാണ് സുധീറിനുള്ളത്. ആ ഒരു പ്രതിച്ഛായയിൽ നിന്ന് വിട്ടുമാറി നിൽക്കുന്ന സുധീറിനെ ജനം കാണുന്നില്ല. ജനത്തിൻ്റെ മുമ്പിലുള്ള നിൽക്കുന്ന സുധീറിന് ആ പ്രതിച്ഛായ തന്നെ സൂക്ഷിക്കേണ്ടി വരും. അത് ഒരു കോൺട്രഡിക്ഷന് കാരണമാകാം. പക്ഷേ പ്രായോഗിക തലത്തിൽ സുധീറിനെ വിട്ടുവീഴ്ച ചെയ്തില്ലെന്നുണ്ടെങ്കിൽ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുന്നതിൽ അല്ലെങ്കിൽ പാർട്ടിയും ഗവൺമെൻറ്റും അല്ലെങ്കിൽ പാർലമെൻ്ററി പാർട്ടിയും തമ്മിൽ ഒത്തുപോകുന്നതിൽ അല്ലെങ്കിൽ പാർട്ടി നേതാക്കളുമായിട്ട് ഒത്തുപോകുന്നതിൽ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. ഇതെങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിലാണ് സുധീരൻ വിജയിക്കുമോ ഇല്ലയോ എന്നറിയേണ്ടത്. അത് കാത്തിരുന്നറിയാനേ പറ്റുള്ളൂ. ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു ഇത് ഒരു തുടർച്ചയ്ക്ക് വരുന്ന ഭംഗമാണ്, ഇതൊരു പുതിയ സാഹചര്യമാണ് എന്ന്. അവിടെയാണ് ശ്രീ NK പ്രേമേന്ദ്രൻ ചൂണ്ടിക്കാണിച്ച കാര്യം. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഒരുപോലെ എതിർത്തിരുന്നു VM സുധീറിനെ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിയോഗിക്കുന്നതിനെ എന്ന് മാധ്യമ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അത് ഏറെക്കുറെ വിശ്വസനീയമായ റിപ്പോർട്ടുകളാണ് എന്നാണ് മനസ്സിലാക്കേണ്ടതും. ആ സാഹചര്യത്തിൽ ഇത്ര ശക്തമായ ഒരു എതിർചേരി നിലനിൽക്കെ VM സുധീറിന് എത്രമാത്രം സുഗമമായി മുന്നോട്ട് പോകാൻ സാധിക്കും ഈ പ്രസിഡന്റ് പദവിയിൽ? ഞാൻ ഈ ഒരു പുതിയ ഘട്ടമായിരിക്കും കോൺഗ്രസിൻ്റെ ചരിത്രത്തിലെ മറ്റൊരു ഘട്ടമായിരിക്കും എന്ന് പറഞ്ഞതിന് TN പ്രതാപൻ കൽപ്പിച്ച മാനങ്ങളല്ല വാസ്തവത്തിലുള്ളത്. അത് ഏതാണ്ട് പ്രേമചന്ദ്രൻ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞതിനോട് ചേർന്ന് നിൽക്കുന്നത് പ്രേമചന്ദ്രൻ പറഞ്ഞാണ്. നമുക്കറിയാം, ഇവിടെ ഗോപൻ പറഞ്ഞതുപോലെ സ്പീക്കറായിരുന്നപ്പോൾ അദ്ദേഹം MLA ക്വാർട്ടേഴ്സിന് മുമ്പിൽ കൊടിയുയർത്തുകയൊക്കെ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. സ്പീക്കർക്ക് അതൊക്കെ ആകാമായിരുന്നു. ഇപ്പോൾ അദ്ദേഹം KPCC പ്രസിഡന്റാണ്. ഇപ്പോൾ പ്രതാപനിവിടെ പറഞ്ഞത് ഒരു വ്യക്തി എടുക്കുന്ന നിലപാടുകൾ, അത് ജനപക്ഷത്ത് നിന്നെടുക്കുന്ന നിലപാടുകളാണ് പ്രധാനമെന്ന് പറയുമ്പോൾ അത് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണെങ്കിലും അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രസിഡന്റിൻ്റെ വ്യക്തിനിഷ്ഠമായ അഭിപ്രായങ്ങൾ മാത്രമല്ല പ്രസക്തമാവുക. ആ പാർട്ടി എടുക്കുന്ന നിലപാട്, ആ പാർട്ടി പല കാരണങ്ങളാൽ, ഇപ്പോൾ നമുക്കറിയാം പശ്ചിമഘട്ട സംരക്ഷണം, ഗാഡ്ഗിലിൻ്റെ റിപ്പോർട്ട് അല്ലെങ്കിൽ കസ്തൂരി രംഗൻ റിപ്പോർട്ട്, ഇതൊക്കെ പറയുമ്പോൾ ഈ പരിസ്ഥിതി ലോല പ്രദേശങ്ങളായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ആ പ്രദേശങ്ങളിലും ചുറ്റുപാടുമുള്ള പ്രദേശങ്ങൾ മുഴുവൻ ആ റിപ്പോർട്ടിനെതിരാണ്. കോൺഗ്രസ്സുകാരടക്കം കേരളത്തിലെ ഇടതുപക്ഷ പാർട്ടികൾക്ക് പോലും ഈ കസ്തൂരി രംഗൻ റിപ്പോർട്ട് നടപ്പാക്കുന്നതിനെതിരെ രംഗത്തിറങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ ആ ഭാഗത്തെ ജനങ്ങൾ മുഴുവൻ ഈ റിപ്പോർട്ട് നടപ്പാക്കുന്നതിനെതിരാണ്. അവിടെയാണ് അത്തരം റിപ്പോർട്ടുകളോട് താതാത്മ്യം പ്രാപിച്ചു നിൽക്കുന്ന ഒരു നിലപാട് സുധീരനെ പോലുള്ള ആളുകൾ എടുക്കുമ്പോൾ അത് പാർട്ടിയുടെ നിലപാട് എങ്ങനെയാവും എന്ന ചോദ്യം വരുന്നു. അതുപോലെ തന്നെ ആറന്മുള വിമാനത്താവളത്തിൻ്റെ കാര്യത്തിൽ ഗവൺമെൻറ് അതിൽ 10% ഓഹരിയും എടുത്ത് അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ VM സുധീരൻ അതിനെ വളരെ ശക്തമായിട്ട് എതിർക്കുകയാണ്. ഇത് കോൺഗ്രസിൻ്റെ മാത്രം ഗവൺമെൻറ് അല്ല. ഈ ഗവൺമെൻറ് കുറേ കക്ഷികൾ ചേർന്ന ഒരു ഐക്യ ജനാധിപത്യ മുന്നണി നേതൃത്വം കൊടുക്കുന്ന ഒരു സർക്കാരാണ്. കോൺഗ്രസിൻ്റെ അഭിപ്രായങ്ങൾ മാത്രമല്ല ഇവിടെ പരിഗണിക്കപ്പെടേണ്ടത്, മറ്റ് കക്ഷികളുടെ അഭിപ്രായങ്ങൾ പരിഗണിക്കപ്പെടേണ്ടിയിരിക്കുന്നു. കസ്തൂരി രംഗൻ്റെ കാര്യത്തിൽ കോൺഗ്രസിൻ്റെയും കേരള കോൺഗ്രസിൻ്റെയും ഒക്കെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കണക്കിലെടുക്കേണ്ടി വരുമ്പോൾ അവിടെ വ്യത്യസ്തമായ ഒരു അഭിപ്രായം, ഒരു നിലപാട്, ശക്തമായ നിലപാട് VM സുധീരനെ പോലുള്ള KPCC പ്രസിഡന്റ് സ്വീകരിക്കുമ്പോൾ അദ്ദേഹം ഒരു വ്യക്തി എന്ന നിലയിൽ സ്വീകരിക്കുന്നതല്ല. KPCC പ്രസിഡന്റായിട്ട് അദ്ദേഹം ഇത്തരം ഒരു നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കോൺട്രാഡിക്ഷൻ അല്ലെങ്കിൽ ഫ്രിക്ഷൻ, അതാണ് ഞാൻ പറഞ്ഞത്. നമുക്കറിയാം, ഇപ്പോൾ ഗവൺമെൻറ് പലതും KPCCയോട് ആലോചിച്ചല്ല പല കാര്യങ്ങളും ചെയ്യുന്നത്. ഗവൺമെൻറ് തീരുമാനങ്ങൾ എടുക്കുന്നു, ഒരുപക്ഷെ KPCC പ്രസിഡന്റുമായിട്ട് ആലോചിക്കുന്നു, KPCC ഫോറങ്ങളിൽ ചർച്ച വരുന്നില്ല. ഇത് നാളെ KPCC ഫോറങ്ങളിൽ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതാണ് ശരി. സുധീരൻ ആ നിലപാടെടുക്കും, ആ നിലപാടിനോട് എനിക്ക് യോജിപ്പ്. പക്ഷേ അത് എടുക്കണം എന്ന് പറയുമ്പോൾ അവിടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ അവിടെ KPCC പ്രസിഡന്റ് വ്യത്യസ്ത നിലപാടുകളുമായിട്ട് നിൽക്കുമ്പോൾ അവിടെയാണ് സംഘർഷം ഉണ്ടാവാൻ പോകുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇനി വരാൻ പോകുന്ന VM സുധീരൻ പ്രസിഡന്റായിട്ടുള്ളൊരു ഘട്ടം എന്ന് പറയുന്നത് അങ്ങനെ സമവായത്തിൽ പോകുന്നതായിരിക്കില്ല.
ഒരു പക്ഷേ VM സുധീരനും പ്രസിഡന്റായിട്ട് പ്രവർത്തിക്കുമ്പോൾ ചില കാര്യങ്ങളിൽ ചില ഒത്തുതീർപ്പുകൾക്ക് വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവേണ്ടി വരും. അല്ലാതെ അദ്ദേഹത്തിൻ്റെ വ്യക്തിനിഷ്ഠമായ അഭിപ്രായങ്ങളുമായിട്ട് എത്ര കാലം മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ് ഇവിടുത്തെ യഥാർത്ഥമായ ചർച്ചാ വിഷയം. റൈറ്റ്. ശ്രീ ടി എൻ പ്രതാപൻ, അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് തന്നെയാണ് KPCC പ്രസിഡന്റ് ആയിരിക്കുന്ന രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും VM സുധീരനെ പുതിയ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിയോഗിക്കുന്നതിനെ ശക്തമായി എതിർക്കാനുള്ള കാര്യവും. VM സുധീരൻ എടുക്കുന്ന നിലപാടുകൾ അത് പാർട്ടിക്കും മുന്നണിക്കും നിലനിൽപ്പിൻ്റെ പ്രശ്നം കൂടിയായി മാറുമ്പോൾ സ്വാഭാവികമായും ചില ഒത്തുതീർപ്പുകൾ വേണ്ടിവരും. ആ ഒത്തുതീർപ്പുകൾക്ക് VM സുധീരൻ തയ്യാറാകുമോ ഇല്ലയോ എന്ന സംശയം കോൺഗ്രസിൻ്റെ ഉന്നത നേതൃത്വത്തിന് തന്നെ ഉണ്ട് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഒരേപോലെ VM സുധീരൻ്റെ നിയമനത്തിനെ എതിർത്തപ്പോൾ. അല്ല, ഇതിനകത്ത് ബഹുമാനായ ശ്രീ സണ്ണിക്കുട്ടിയും അതേപോലെ എൻ്റെ ആത്മസുഹൃത്ത് ശ്രീ NK പ്രേമേന്ദ്രനും പറഞ്ഞ ചില വിഷയങ്ങളിൽ ഒരു കസ്തൂരിരംഗൻ ഗാർഗിൽ പ്രശ്നത്തിൽ ശ്രീ VM സുധീരൻ ഒരു ഘട്ടത്തിലും ഗാർഗിലുമായി ബന്ധപ്പെട്ടോ കസ്തൂരിരംഗനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മലയോര പ്രദേശത്തെ കൃഷിക്കാരെയോ ജനങ്ങളെയോ അവിടെ നിന്നും മാറ്റി പാർപ്പിക്കുന്നതിനോ അവർക്ക് ദോഷമുണ്ടാക്കുന്നതിനോ അവരെ ബാധിക്കുന്നതിനോ ഒരു കാര്യവും ശ്രീ VM സുധീരനോ അല്ലെ ഞങ്ങളാരോ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അല്ലെ VM സുധീരന്റെ മനസ്സ് വായിക്കുന്ന അല്ലെങ്കിൽ കൂടെ നിൽക്കുന്നത് ഞങ്ങളെപ്പോൾ ആരും പറഞ്ഞിട്ടില്ല. VM സുധീരൻ അതിലും പറഞ്ഞിട്ടുള്ള നിലപാട് ജനങ്ങളുടെ കൂടെ നിൽക്കണം എന്നുള്ളത് തന്നെയാണ്. ജനങ്ങൾക്ക് എതിരായ നിലപാടല്ല, ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് പരിസ്ഥിതി സംരക്ഷിക്കണമെന്നാണ്. എന്നാൽ കരിമണൽ ഖനനത്തിന്റെ കാര്യത്തിൽ വേറെ ആരെങ്കിലും വ്യത്യസ്തമായ നിലപാടെടുത്താൽ ശ്രീ VM സുധീരൻ പറയുന്നതാണോ ശരി, അത് കരിമണൽ അവിടെ നിന്നും സ്വകാര്യ വ്യക്തികൾ കൊണ്ടുപോകണമെന്ന് പറയുന്നതാണ് ശരി എന്ന് വെച്ചാൽ VM സുധീരൻ പറയുന്നതാണല്ലോ ശരി. അപ്പോൾ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ആ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ ശ്രീ VM സുധീരൻ തീർച്ചയായും അത് ഏത് ഘട്ടത്തിലും ഒരു കൺസിഡറേഷൻ്റെ ആളാണ്, ഡയലോഗിന്റെ ആളാണ്, ഡിബേറ്റിന്റെ ആളാണ്. അതിനടിസ്ഥാനത്തിൽ സമന്വയം ഉണ്ടാക്കാൻ ലീഡർഷിപ്പ് കൊടുക്കുന്ന ആളാണ്. ആ VM സുധീരന്റെ ഒരു അനുഭവജ്ഞാനം തീർച്ചയായും ആരും ആശങ്കപ്പെടേണ്ടതില്ല. ഈ മുന്നണിയെയും ഗവൺമെന്റിനെയും കോൺഗ്രസിനെയും അഭിപ്രായങ്ങൾ കേട്ട്, കാരണം ആളുകൾക്ക് അഭിപ്രായം പറയാനും ഉള്ള അവസരം കൊടുക്കുകയും അത് കേൾക്കുകയും അതിൽ ശരി സ്വീകരിക്കുകയും ചെയ്താൽ കേരളത്തിലെ ഒരു പാർട്ടിയും ഈ UDF-ലെ ഒരു പാർട്ടിയും ശരിക്കെതിരായി നിൽക്കില്ല എന്നുള്ളതാണ് ശരി. പക്ഷേ ഇവിടെ സണ്ണിക്കുട്ടി അബ്രഹാം ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം കൂടി, ആറന്മുള വിമാനത്താവളത്തിന്റെ കാര്യത്തിൽ സർക്കാർ ഓഹരിയെടുത്ത് പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചതിന് ശേഷവും VM സുധീരൻ ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തിയിരുന്നു. ഇന്ന് പക്ഷേ അദ്ദേഹത്തോട് ഇക്കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതൊക്കെ പിന്നീട് ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് എന്ന മറുപടിയാണ് ലഭിച്ചത്. അവിടെ തന്നെ ഒരു ഒത്തുപോകലിൻ്റെ അല്ലെങ്കിൽ ഒരു ഒത്തുതീർപ്പിൻ്റെ സ്വരം നമ്മൾ കേൾക്കേണ്ടതുണ്ടോ? അല്ല, ഇന്നിപ്പോ ഈ ചാർജ് ഒരാൾ പ്രസിഡന്റായ ആ നിമിഷം തന്നെ അദ്ദേഹത്തോട് അത്തരം കാര്യങ്ങൾ ചോദിക്കുന്നതിന്റെ ഒരു അനൗചിത്യം കൂടി ഞാൻ പറയാലോ. ആറന്മുള വിമാനത്താവളത്തിന്റെ കാര്യത്തിൽ നിയമലംഘനം നടക്കപ്പെട്ടു എന്നുള്ളതിന് തെളിവ് ഇപ്പം ഗ്രീൻ ട്രിബ്യൂണൽ ആയാലും ഹൈക്കോടതി ആയാലും വിവിധ കോടതികളെല്ലാം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുണ്ടായി. ഗവൺമെന്റ് ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും ഗവൺമെന്റ് തെറ്റിദ്ധരിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ ഗവൺമെന്റ് ധരിച്ചിട്ടോ ആണെന്ന് കൂട്ടുക, അങ്ങനെയുള്ള കാര്യത്തിൽ ഒരു സ്ട്രേറ്റ് വേ ഗവൺമെന്റ് കാണിച്ചു കൊടുക്കാൻ KPCCക്ക് പറ്റും. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സംശയലേശമില്ലാതെ പ്രഖ്യാപിച്ച കാര്യമാണ് ആറന്മുള വിമാനത്താവള പദ്ധതിയുമായി മുന്നോട്ടു പോകും, അതാണ് UDF സർക്കാരിന്റെ തീരുമാനമെന്ന്. അപ്പോഴും എതിർശബ്ദമായി VM സുധീരനുണ്ടായിരുന്നു. യെസ്, അതിൽ VM സുധീരനും ഞങ്ങളെ പോലുള്ള ആളുകളും ഒക്കെ അതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. KPCC ചർച്ച ചെയ്തിട്ടില്ല. ഞങ്ങൾ അന്ന് ശ്രീ VM സുധീരനൊക്കെ പറഞ്ഞ കാര്യം ആറന്മുള വിമാനത്താവളവുമായി ബന്ധപ്പെട്ട കാര്യം പാർട്ടി ഫോറത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. പാർട്ടി ഫോറത്തിൽ ചർച്ച ചെയ്യപ്പെടും. VM സുധീരൻ ജനാധിപത്യ വിരുദ്ധനല്ല, ജനാധിപത്യവാദിയാണ്. അത് വെറുതെ പുറത്ത് മാത്രം പറയുന്ന ജനാധിപത്യവാദിയല്ല. പാർട്ടിക്കകത്തും VM സുധീരൻ ജനാധിപത്യ അഭിപ്രായങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന ആളാണ്. സ്വാഭാവികമായും കേരളത്തിലെ കോൺഗ്രസിനകത്ത് KPCCക്കകത്ത് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടും. താങ്കൾ സൂചിപ്പിക്കുന്നത് അഭിപ്രായ രൂപീകരണം ഉണ്ടാകും. ശ്രീ ടി എൻ പ്രതാപൻ, താങ്കൾ സൂചിപ്പിക്കുന്നത് സർക്കാരിന്റെ ആയാലും പാർട്ടിയുടേതായാലും നയപരമായ കാര്യങ്ങളിൽ KPCCക്ക് അകത്ത് ചർച്ച നടത്തി അഭിപ്രായ ഐക്യമുണ്ടാക്കി തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് കാര്യങ്ങൾ മാറും, അതിലേക്ക് എത്തിക്കാൻ VM സുധീരന് കഴിയും എന്നാണ് താങ്കൾ സൂചിപ്പിക്കുന്നത്. യെസ്, KK വിശ്വനാഥൻ വക്കീൽ KPCC പ്രസിഡന്റ് ആയിരുന്ന കാലത്തും അതേപോലെ ശ്രീ AK ആന്റണി ഉള്ള കാലത്തും ഒക്കെ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. ആ സിസ്റ്റം ഇപ്പോഴും പേരിലുണ്ട്. പാർട്ടിയും ഗവൺമെന്റ് തമ്മിലുള്ള ലേസൺ കമ്മിറ്റിയും ഒക്കെ ഉണ്ട്. അത് കുറെ കൂടി ബലവത്താകും. KK വിശ്വനാഥൻ വക്കീൽ KPCC പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ക്യാബിനറ്റ് യോഗത്തിന് മുൻപ് കോൺഗ്രസിന്റെ ക്യാബിനറ്റ് മന്ത്രിമാരും KPCC ലീഡർഷിപ്പ് ചർച്ച നടത്തും, ആശയങ്ങൾ ചർച്ച ചെയ്യും. അതൊക്കെ എത്രയോ ഗുണകരമായിരുന്നു. ഇപ്പോഴും അതുകൊണ്ട് തന്നെ പാർട്ടിയും ഗവൺമെന്റും തമ്മിൽ ഏകോപന ഉണ്ട്.
ആ ഏകോപനം കുറച്ചുകൂടി ഗൗരവത്തിലാകും. നയപരമായ കാര്യങ്ങളിൽ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടും. അതെന്തുണ്ടാവുക, അത് UDF സ്ട്രെങ്തൻ ചെയ്യും, UDF ശക്തി പകരും, UDF ഘടകകക്ഷികൾക്കും ശക്തി വരും. പഴയ പോലെയല്ല. കേരളത്തിലായാലും ഇന്ത്യയിലായാലും 40-50% ആളുകൾക്ക് വ്യക്തമായ രാഷ്ട്രീയമുള്ളവരല്ല. അവർ ആശയത്തിന്റെ അടിസ്ഥാനത്തിലും നയത്തിന്റെ അടിസ്ഥാനത്തിലുമാണ് പലപ്പോഴും തീരുമാനമെടുക്കുക. അങ്ങനെയുള്ള ഒരു പൊതുസമൂഹത്തെ കൂടി മുന്നിൽ കണ്ടുകൊണ്ട് ഗവൺമെന്റിനും പാർട്ടിക്കും നയപരമായ കാര്യങ്ങളിൽ ഗുണപരമായ തീരുമാനമെടുക്കുന്നതിന് VM സുധീരന്റെ ഇടപെടലുകൾ മാറും. അതൊരിക്കലും ആശയപരമായ സംഘടനമാകില്ല, ആശയപരമായ സമന്വയമായിരിക്കും ഉണ്ടാകുക. ആശയപരമായ സമന്വയം കേരളത്തിലെ കോൺഗ്രസിനും UDF ഗവൺമെന്റിനും വലിയ നേട്ടമുണ്ടാകും. കാണാൻ പോകുന്ന കാര്യം പറയേണ്ടതില്ല, കാത്തിരിക്കുക. ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം, TN പ്രതാപൻ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ പ്രകടിപ്പിക്കുന്ന ഈ പ്രത്യാശ അത് എത്രത്തോളം പ്രായോഗികമായി ഫലം കാണുന്നതാണ്? ഈ പ്രതാപൻ വളരെ സുന്ദരമായ വാക്കുകൾ കണ്ട് വളരെ വർണ്ണാഭമായ ഒരു ചിത്രം വരച്ചിടാൻ ശ്രമിക്കുകയാണ്. ഇവിടെ കേരളത്തിലെ ഇന്നത്തെ UDF രാഷ്ട്രീയത്തിൽ നാം ശ്രദ്ധിക്കേണ്ടത് 2-3 സീറ്റിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഈ സർക്കാർ ഭരിക്കുന്നതെന്നുള്ളതാണ്. തീർച്ചയായിട്ടും കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ആ മുന്നണിയിൽ ആ കോൺഗ്രസിൻ്റെ വേദികളിൽ നയപരമായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയും അതനുസരിച്ചൊക്കെ ഭരണം പോവുകയൊക്കെ ചെയ്യേണ്ടതാണ്. അതാണ് ഏറ്റവും നല്ല മാതൃക. സുധീരൻ തീർച്ചയായിട്ടും ആ വഴിക്ക് ശ്രമിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഇവിടെ ഒരു മുന്നണിയുടെ മര്യാദകളും അതിൻ്റെ കെമിസ്ട്രിയും അനുസരിച്ച് നോക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇവിടെ 2-3 സീറ്റിൻ്റെ മാത്രം ഭൂരിപക്ഷമുള്ളപ്പോൾ ഘടക കക്ഷികളുടെ സമ്മർദ്ദം എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇവിടെ KPCC പ്രസിഡന്റ് കോൺഗ്രസിനെ മാത്രം നയിച്ചാൽ പോരാ, ഈ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയാണ്. അപ്പോൾ മുന്നണിയുടെ കാര്യങ്ങളിൽ, മുന്നണിയിലെ കക്ഷികൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ അവരെ യോജിപ്പിച്ച് കൊണ്ടുപോകുന്നതിൽ അവർക്ക് അവരുടേതായ നിലപാടുകളുള്ള പാർട്ടികളാണ്. അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ചെന്ന് ഒറ്റ പാർട്ടി ആയാൽ മതിയല്ലോ, അവർക്കെല്ലാം വ്യത്യസ്ത നിലപാടുകളുള്ളതാണ്. അപ്പോൾ അവിടെ ഈ പാർട്ടികളെയും കൂടെ യോജിപ്പിച്ച ഒരു സമന്വയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിക്കണം. അദ്ദേഹത്തിന് സാധിക്കില്ല എന്നല്ല ഞാൻ പറയുന്നത്, അദ്ദേഹത്തിന് സാധിക്കും. അദ്ദേഹം വളരെ പരിണിതപ്രജ്ഞനാണ്, ഇതിനെക്കുറിച്ച് നടക്കുക. പക്ഷേ അദ്ദേഹത്തിൻ്റെ വ്യക്തിനിഷ്ഠമായ കടുംപിടുത്തങ്ങൾ ചിലപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ വളരെ വ്യത്യസ്തവും വിപരീതവുമായ ഫലങ്ങൾ ഉണ്ടാകരുത് എന്നാണ് എൻ്റെ ആഗ്രഹം. അദ്ദേഹം ഒരു നല്ല KPCC പ്രസിഡന്റായിട്ട്, കോൺഗ്രസിൻ്റെ കേരളത്തിലെ ചരിത്രത്തിൽ ഒരു നല്ല KPCC പ്രസിഡന്റ് ആകും എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ ചില കാര്യങ്ങളിൽ അടിസ്ഥാനപരമായ, ഇത് ഞാൻ ഒന്നും പിന്നോക്കം പോക്കലല്ല, ചില കാര്യങ്ങളിൽ സമവായം ഉണ്ടാക്കുന്നതിന് അല്ലെങ്കിൽ ചിലപ്പോൾ അത്യാവശ്യം ജനാധിപത്യപരമായ വിട്ടുവീഴ്ചകൾ നടത്തുന്നതിന് അദ്ദേഹം നിർബന്ധിതനാവുക തന്നെ ചെയ്യും. റൈറ്റ്. NK പ്രേമേന്ദ്രനിലേക്ക്. ശ്രീ NK പ്രേമേന്ദ്രൻ, ഇടതുപക്ഷം പ്രത്യേകിച്ച് അതിന് നേതൃത്വം നൽകുന്ന CPM TP വധക്കേസ് വിധി, KK രമയുടെ സത്യാഗ്രഹം, അതിനെ തുടർന്നുണ്ടായ CBI അന്വേഷണം എന്ന തത്വത്തിലുള്ള പ്രഖ്യാപനം, അതിനോട് CPM നേതൃത്വം പ്രകടിപ്പിക്കുന്ന എതിരഭിപ്രായങ്ങൾ, ഇതൊക്കെ മൂലം ഒരു ചെറിയ ഡിഫെൻസീവിൽ നിൽക്കുന്നു എന്നൊരു വിലയിരുത്തലുണ്ട്. അതിനിടയിലാണ് VM സുധീരനെ പോലെ മികച്ച പ്രതിച്ഛായയുള്ള ഒരാൾ കോൺഗ്രസിൻ്റെ KPCCയുടെ പുതിയ പ്രസിഡന്റായി ചുമതലയേൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ അത് പാർട്ടിക്കകത്തും മുന്നണിക്കകത്തും സൃഷ്ടിച്ചേക്കാവുന്ന പ്രശ്നങ്ങൾ ഒക്കെ പിന്നീട് വിലയിരുത്തപ്പെടേണ്ട കാര്യങ്ങളാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്. ആ ഘട്ടത്തിൽ UDFനും കോൺഗ്രസിനും ഉണ്ടാകുന്ന ഈ ഊർജം അത് LDFനെ ചെറുതായെങ്കിലും പ്രതിരോധത്തിലാക്കില്ലേ? KPCCയുടെ പ്രസിഡന്റായി ശ്രീ VM സുധീരൻ വന്നത് ഒരു കാരണവശാലും LDFനെ പ്രതിരോധത്തിലാക്കുന്ന പ്രശ്നമേ ഇല്ല. അതുണ്ടാക്കാൻ പോകുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങൾ, സംഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങൾ സ്വാഭാവികമായും കോൺഗ്രസിലായിരിക്കും. ഞാൻ ഒരു കാര്യം നിഷേധിക്കുന്നില്ല, ശ്രീ VM സുധീരനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ പൊതുസമ്മതിയുള്ള, എല്ലാവരും അംഗീകരിക്കുന്ന, അഴിമതിക്കെതിരായി അതുപോലെ പരിസ്ഥിതി അടക്കമുള്ള വിഷയങ്ങളിലൊക്കെ വ്യക്തമായ നിലപാട് സ്വീകരിക്കുന്ന വ്യക്തിത്വമാണ്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യക്തി എന്നതിനേക്കാൾ പ്രധാനം നയങ്ങളാണ് പ്രധാനപ്പെട്ട പ്രശ്നം. സംസ്ഥാനത്തും രാജ്യത്തും നിലനിൽക്കുന്ന ഒട്ടനവധി നയപരമായിട്ടുള്ള പ്രശ്നങ്ങളും നിലപാടുകളും ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളും ഒക്കെ വിലയിരുത്തപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ്, ഒരുപക്ഷെ ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ചുക്കാൻ പിടിക്കുന്നയാൾ ഈ ചുരുക്കം കൊണ്ട് ശ്രീ VM സുധീരനാണെങ്കിൽ എത്രയേറെ പ്രാഗൽഭ്യമുണ്ടെങ്കിലും കഴിവുണ്ടെങ്കിൽ പോലും അഴിമതി വിമുക്തമായുള്ള ഒരു ഇമേജിന്റെ ഉടമയാണെന്നൊക്കെ അവകാശപ്പെടാൻ കഴിയുമെന്നുണ്ടെങ്കിലും ഈ ചുരുങ്ങിയ കാലയളവിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ബ്രേക്ക് ത്രൂ ജനമനസ്സുകളിൽ പെട്ടെന്ന് ഉണ്ടാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ മാറ്റം വരുത്താൻ കഴിയുമെന്ന വിശ്വാസവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ദീർഘകാലത്തെ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇത് നിസ്സാരപ്പെട്ട കാര്യമല്ല. കാരണം ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ അമർന്ന് അധികാര രാഷ്ട്രീയത്തിന്റെ പേരിൽ തമ്മിൽ കലഹിച്ച് തർക്കിച്ച് നിലകൊള്ളുന്ന ജനപക്ഷ നിലപാടുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകളുമായി മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി സംവിധാനവും മുന്നണി സംവിധാനവും നിലനിൽക്കുമ്പോൾ
ആ മുന്നണി സംവിധാനത്തെ ആകെ ഉടച്ചു വാർത്തുകൊണ്ടൊരു ക്ലീൻ ഇമേജോടുകൂടി ബിൽഡപ്പ് ചെയ്യാൻ കോൺഗ്രസ് രാഷ്ട്രീയത്തെയും UDF രാഷ്ട്രീയത്തെയും ബിൽഡപ്പ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ സാഹസികമായിട്ടുള്ള ദൗത്യമാണ്, ദീർഘകാലം എടുക്കേണ്ടുന്ന ദൗത്യമാണ്. അപ്പൊ അത്തരമൊരു ദൗത്യം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമേ ആകുന്നില്ല. തെരഞ്ഞെടുപ്പ് പ്രചാര പ്രവർത്തനങ്ങളുടെ ചുമതലയും ചുക്കാനും KPCCയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ ശ്രീ VM സുധീരന്റെ നേതൃത്വത്തിലാവുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം അടിസ്ഥാനപരമായിട്ടുള്ള ജനകീയ പ്രശ്നങ്ങൾ, സാമൂഹ്യ പ്രശ്നങ്ങൾ വിസ്മൃതിയിലാകുന്നില്ല. വിലക്കയറ്റം ഉൾപ്പെടെ, അഴിമതി ഉൾപ്പെടെ ഈ കേരളത്തിലെ ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റിലും ഒക്കെ ഉണ്ടായിട്ടുള്ള സംഭവവികാസങ്ങളൊക്കെ ഗൗരവതരമായി ചർച്ച ചെയ്യപ്പെടുന്ന തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പുതിയ നാമനിർദ്ദേശം ഉണ്ടായിരുന്ന പശ്ചാത്തലത്തിൽ LDF പ്രതിരോധത്തിലാകുന്ന പ്രശ്നമില്ല. തീർച്ചയായും ആ ഒരു നിലപാട് തന്നെയാണ് ഈ കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഭാവിയിൽ ശ്രീ KPCC പ്രസിഡന്റ് ആയതിന്റെ പശ്ചാത്തലത്തിൽ ഏതെങ്കിലും തരത്തിൽ ഘടനാപരമായിട്ടുള്ള മാറ്റം, പ്രധാനമായും നേരത്തെ ബഹുമാനപ്പെട്ട ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം അദ്ദേഹം സൂചിപ്പിച്ചൊരു കാര്യം, ആം ആദ്മി പാർട്ടിയിൽ നിന്നൊരു മെസ്സേജും കോൺഗ്രസിന് കിട്ടിയിട്ടില്ല എന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. കാരണം ആം ആദ്മി പാർട്ടി അല്ലെങ്കിൽ ഡൽഹി സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള ഒരു രാഷ്ട്രീയ സന്ദേശത്തിന്റെ സ്വാധീനം തീർച്ചയായും VM സുധീരനെ പോലെയുള്ള ആൾക്കാരെ KPCCയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്കൊക്കെ വരാൻ ഒരു പരോക്ഷമായിട്ടുള്ള പ്രേരണയെങ്കിലും ആയിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ അവരത് ഉൾക്കൊള്ളുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും അത് ഈ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാര്യമായിട്ടുള്ള ചലനങ്ങളോ മാറ്റങ്ങളോ കോൺഗ്രസ് രാഷ്ട്രീയത്തിലോ UDF രാഷ്ട്രീയത്തിലോ ഉണ്ടാക്കാനുള്ള സാധ്യത പരിമിതമാണ്. പിന്നെ സംഘടനാപരമായി പ്രതികൂലമായിട്ടുള്ള ഘടകങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതാണ്, പ്രമുഖമായിട്ടുള്ള രണ്ട് നേതാക്കളും, മുഖ്യമന്ത്രിയെയും നിലവിലുള്ള KPCC പ്രസിഡന്റിന്റെയും അഭിപ്രായങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഹൈക്കമാൻഡ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയിലേക്ക് ഒരു പുതിയ പേര് നിർബന്ധിത നിർദ്ദേശം എന്ന നിലയിൽ അടിച്ചേൽപ്പിക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല. നിർദ്ദേശിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള സംഘടനാപരവും രാഷ്ട്രീയവുമായ പ്രത്യാഘാതങ്ങൾ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ പ്രതികൂലമായിട്ടുള്ള ഫലം കോൺഗ്രസിന് ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. വളരെയധികം നന്ദി ശ്രീ NK പ്രേമേന്ദ്രൻ പ്രതികരിച്ചതിന്. അവസാനമായി വയലാർ ഗോപകുമാറിലേക്ക് ഒരിക്കൽ കൂടി. ശ്രീ വയലാർ ഗോപകുമാർ, AK ആന്റണി UDFന് 100 സീറ്റ് നേടിക്കൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നപ്പോൾ K മുരളീധരനെ KPCCയുടെ പ്രസിഡന്റായി നിയമിക്കുന്ന കാഴ്ച അത്രമാത്രം ശക്തമാണ് കേരളത്തിലെ കോൺഗ്രസിനകത്തെ ഗ്രൂപ്പ് രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തിലേക്കാണ് ഗ്രൂപ്പിന് അതീതമായ VM സുധീരൻ എത്തിപ്പെടുന്നത്. അത് സൃഷ്ടിക്കാനിടയുള്ള പ്രശ്നങ്ങൾ അതെന്തൊക്കെയാണ്? മറ്റ് പ്രായോഗിക രാഷ്ട്രീയ നിലപാടുകളിൽ ഘടകകക്ഷികളുമായിട്ടുള്ള സംഭാഷണങ്ങൾ, മറ്റ് പ്രായോഗിക രാഷ്ട്രീയ നിലപാടുകൾ, അതിലൊക്കെ VM സുധീരൻ സ്വീകരിക്കാനിരിക്കുന്ന നിലപാടുകൾ അത് കോൺഗ്രസിന് എത്രത്തോളം ഗുണകരമാകും അല്ലെങ്കിൽ പ്രതികൂലമാകും? വളരെ വ്യത്യസ്തമായ നിലപാടുകളുള്ള ഒരു നേതാവാണ് സുധീരൻ്റെ പ്രസക്തിയും അതുതന്നെയാണ് കേരള രാഷ്ട്രീയത്തിൽ. ഇവിടെ എല്ലാ പ്രശ്നങ്ങളിലും സുധീരൻ സ്വന്തമായ ഒരു നിലപാടെടുക്കാറുണ്ട്. അതേസമയം അത് ജനഹിതമനുസരിച്ചുള്ള ഒരു നിലപാടായിരിക്കുകയും ചെയ്യും. ഇവിടെ ജനഹിതമനുസരിച്ച് ഒരു KPCC പ്രസിഡന്റിന് പെരുമാറുക എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമായിട്ട് ഞാൻ കരുതുന്നില്ല. അതനുസരിച്ച് പോകാൻ ഗവൺമെൻറ് കൂടെ തയ്യാറാകുകയാണെങ്കിൽ. അതേസമയം ഗവൺമെൻറ്റിന് വേറെ സ്ഥാപിത താല്പര്യങ്ങളുണ്ടാകുക, ഘടകകക്ഷികൾക്ക് താല്പര്യങ്ങളുണ്ടാകുക, കോൺഗ്രസ് നേതൃത്വത്തിന് അല്ലെങ്കിൽ ഭരണ നേതൃത്വത്തിന് താല്പര്യങ്ങളുണ്ടാകുക ഒക്കെ ചെയ്യുന്ന സന്ദർഭങ്ങളിലാണ് ഈ വക കോൺട്രഡിക്ഷൻസ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിനെ ആ രീതിയിൽ ജനപക്ഷത്തു നിന്നുകൊണ്ട് കൈകാര്യം ചെയ്യുമ്പോൾ ആ രീതിയിലേക്ക് മറ്റുള്ള നേതാക്കൾക്കും മറ്റ് ഘടകകക്ഷികൾക്കും വരേണ്ടി വരും. ആ ഒരു അവസ്ഥയിലേക്ക് സുധീരന് കൊണ്ടുവരാനുള്ള ഒരു കഴിവുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അതിൽ അദ്ദേഹം വിജയിക്കുകയാണെങ്കിൽ അദ്ദേഹം കേരളത്തിലെ ഏറ്റവും ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല KPCC പ്രസിഡൻ്റായിട്ട് മാറിയേക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാകുന്നത് ഈ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് ഗ്രൂപ്പുകളും മറ്റ് ഘടകകക്ഷികളും ആക്രമിക്കുന്ന ഈ ആക്രമണത്തിൽ ബുദ്ധിമുട്ടുന്ന ഒരു പ്രസിഡന്റിനെ ആയിരിക്കും നമ്മൾ കാണുക. വളരെയധികം നന്ദി ശ്രീ വയലാർ ഗോപകുമാർ. ഒപ്പം സണ്ണിക്കുട്ടി അബ്രഹാം, NK പ്രേമചന്ദ്രൻ, TN പ്രതാപൻ ഈ ചർച്ചയിൽ